ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ക്യാബിനറ്റ് വെച്ചിട്ടുള്ളൊരു ബിൽഡാണ്. ആക്ച്വലി ദിസ് ലുക്സ് റിയലി ബ്ലാക്ക്. അപ്പോൾ എന്താണ് ഈ ക്യാബിനറ്റ്, എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ഐ ആം വിത്ത് ആൻടെക് ആൻഡ് യു വാച്ചിങ് ഗിഗ് ബോസ് TV. ഗൈസ്, അപ്പോൾ നമ്മുടെ ആൻടെക്കിൻ്റെ ക്യാബിനറ്റ് ആണ് ആക്ച്വലി ഇത്. ആൻടെക്കിന് കുറേ ക്യാബിനറ്റ്സ് ഉണ്ട് കേട്ടോ. ഡാർക്ക് അവഞ്ചർ, ഐ ഗെസ് ഡാർക്ക് അവഞ്ചർ എന്ന് പറയുന്ന സീരീസ് ഉണ്ട്, ഡാർക്ക് ഫാൻറ്റം ഉണ്ട്. സോ ദിസ് ഈസ് ഡാർക്ക് ക്യൂബ്. ആക്ച്വലി ആൻടെക്കിൻ്റെ നേരത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, അത് ഡാർക്ക് ക്യൂബ് എന്നല്ല, ജസ്റ്റ് ആൻടെക് ക്യൂബ് എന്നായിരുന്നു. ജസ്റ്റ് ആഡിങ് എ ഡാർക്ക്. ഓക്കെ, അപ്പം ഇതിൽ നമുക്കറിയാം ഈ ടാറ്റ നെക്സോണിനും ടാറ്റ ഹാരിയറിനൊക്കെ ഉള്ളതുപോലെ ഡാർക്ക് എഡിഷൻ ആണ് ഈ ഒരു വേർഷൻ. ആൻടെക് എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഫോക്കസസ് ഓൺ മേജർലി ഓൺ ക്യാബിനറ്റ്സ്, ലിക്വിഡ് കൂളർ, പവർ സപ്ലൈ ആൻഡ് ഓൾ. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്യാബിനറ്റ് ഡാർക്ക് ക്യൂബ്. അഗെയിൻ ഞാൻ കുറേ പ്രാവശ്യം ഐ ആം യൂസിങ് ഡാർക്ക് ക്യൂബ് അഗെയിൻ ആൻഡ് അഗെയിൻ, റൈറ്റ്? ആദ്യം തന്നെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഫ്രണ്ട് മെഷ് ഗ്രില്ലാണ്. ആക്ച്വലി മെഷ് ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് ലെക്സസ് കാർ. അപ്പോൾ ലെക്സസ് കാർസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രില്ലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇതുപോലത്തെ ഒരു വെറൈറ്റി ക്യാബിനറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ മെഷ് ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട്. ഹണി കോംബ്, ലൈക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്താ പറയുക മെഷസ് ഉണ്ട്. അങ്ങനെ കുറേ മോഡൽസ് ഓഫ് വെറൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദിസ് വിൽ ബി ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഗോയിങ് ടു സീ ദിസ് കൈൻഡ് ഓഫ് ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ല്. ആൻഡ് ദിസ് ഈസ് എൻ്റർലി നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും, ഡിറ്റാച്ചബിൾ ആണ്. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ദെൻ കമ്മിങ് ടു ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദിസ് ക്യാബിനറ്റ്, നമുക്കിവിടെ കുറേ പോർട്സുകൾ കാണാം. ഇവിടെ നമുക്ക് കാണാം ഹെഡ്സെറ്റിൻ്റെ ഒരു പോർട്ട്, അത് കഴിഞ്ഞൊരു USB 3.0 പോർട്ട് ഉണ്ട്. പിന്നെ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സ് ആർ വിത്ത് ടൈപ്പ് സി കണക്ഷൻസ് ആണ് മേജോറിറ്റി ഓഫ് ദ ഗാഡ്ജറ്റ്സിനും ഉള്ളത്. എക്സാമ്പിൾ ലൈക്ക് മൊബൈൽ ഫോൺ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടാബ്ലെറ്റ്സ്, എവറിത്തിങ് കംസ് വിത്ത് ടൈപ്പ് സി പോർട്ട് എക്സെപ്റ്റ് ആപ്പിൾ. സോ ഐ എം സോറി വിത്ത് ആപ്പിൾ. എനിവേ, അപ്പോൾ ടൈപ്പ് സി പോർട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻബിൽട്ട് ആയിട്ട് തന്നെ. ദെൻ വി ഹാവ് അനദർ USB 3.0 ആൻഡ് എ മൈക്രോഫോൺ ഇൻ. സോ ഇത്രയും പോർട്സ് ആണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്കിവിടെ ഫ്രണ്ട് സൈഡിൽ, അതായത് നമുക്ക് ഫേസിംഗ് ആയിട്ടുള്ള സൈഡിൽ ആക്ച്വലി നമുക്ക് സ്വിച്ചസോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതർ ദാൻ എ വെന്റിലേഷൻ സൈഡ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ വെന്റിലേഷൻ ഇൻടേക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ആക്ച്വലി 4 ARGB സ്ട്രിപ്പ് ലൈറ്റ്സ് on 4 sides of it. പിന്നെ ആൻടെക്കിൻ്റെ ബ്രാൻഡിങ് ആക്ച്വലി ലുക്സ് വെരി ഡിജിറ്റൽ. ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ആൻടെക്കിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാബിനറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അവർ ഈ ഒരു ക്യാബിനറ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് റിയലി നൈസ്. ടോപ്പ് പോർഷനിൽ നമുക്ക് ക്യാബിനറ്റിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ 2 സൈഡുകളിലായിട്ട് വെന്റിലേഷൻ പോർട്സുകൾ കൊടുത്തിട്ടുണ്ട്. എയർ ഹോൾസ് ആണ്, ഐ മീൻ കൈൻഡ് ഓഫ് മെഷ്ഡ് ആയിട്ടുള്ള എയർ ഹോൾസ് ആണ്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ മുകളിൽ സൈഡിൽ തന്നെ ടെമ്പേർഡ് ഗ്ലാസ്. ഡാർക്ക് ക്യൂബ് എന്ന് പറയുന്ന മോഡലിൽ ഫുൾ സാധനങ്ങളും ഡാർക്ക് എഡിഷൻ ആണ്. ഫുൾ കൈൻഡ് ഓഫ് എ ബ്ലാക്ക് കൈൻഡ് ഓഫ് എ തീം, മേ ബി മോർ ദാൻ എ ബ്ലാക്ക്. പൊതുവേ ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനെ കുറച്ചും കൂടെ ടിൻറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഓവറോൾ എസ്തെറ്റിക്സിന് നല്ല രീതിയിൽ എന്താ പറയുക എടുത്തു കാണിക്കാൻ ഉപകാരപ്പെടും. പിന്നെ മുകളിൽ 2 സ്വിച്ചസ് ആണ് എനിക്ക് കാണാൻ പറ്റിയത്. ഒന്ന് അതിൻ്റെ മെയിൻ ഡെഫിനറ്റ്ലി ദ പവർ സ്വിച്ച് ലുക്സ് വെരി റിയലി നൈസ്. അത്രമാത്രം ഫിനിഷിങ്ങിലായിട്ടാണ് അവർ മുകളിലത്തെ പവർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു റീസെറ്റ് സ്വിച്ചും അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ARGB ഈവൻ യു ക്യാൻ കൺട്രോൾ വിത്ത് ദാറ്റ്. അപ്പോൾ പിന്നെ ഈ ഒരു ക്യാബിനറ്റിൽ എനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് വിച്ച് ഈസ് വെരി ഹിഡൻ ടു ദ നോർമൽ ഗൈസ്. അതായത് ആക്ച്വലി ഒരു PC ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അകത്തുള്ള പോർട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഒരു PCB കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഇൻസൈഡിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റും. ആ പോർട്ടുകൾ അതിൽ തന്നെ ആ ഒരു PCB ലേഔട്ടിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് ARGB പോർട്സ് പൊതുവേ നമ്മുടെ ഈ ഒരു പോർട്ടുകളിൽ വരാറില്ല. മെജോറിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ഡസൻറ്റ് ഹാവ് ദാറ്റ്. സോ ഈ ഒരു ക്യാബിനറ്റിൽ അത് വരുന്നുണ്ട്. അതായത് 3 ARGB പോർട്ടുകൾ യു ക്യാൻ കണക്ട് ഫാൻസ്, ലൈറ്റ്സ്, എനിത്തിങ് ഡയറക്ട്ലി ടു ദാറ്റ്. ദെൻ ഫാൻ ഹബ് ആൾസോ. സോ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു കൺട്രോളറോ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. സോ യു സേവ് മണി ദേ. അടുത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴും റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴും ബോത്ത് സൈഡ്സ് ഹാവ് സെയിം ലുക്ക്. ഒരു ട്രപ്പീസിയം കൈൻഡ് ഓഫ് എ തിങ്. ബോത്ത് ഗ്ലാസ് ആർ
ഡെഫിനറ്റ്ലി ഡാർക്ക്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദീസ് ക്യാബിനറ്റ് ഈസ് ഒരു 90% 95% ഇത് സ്ക്രൂലെസ് ആണ്. സ്ക്രൂലെസ് എക്സെപ്റ്റ് ഫ്യൂ തം സ്ക്രൂസ് ദർ ഹിയർ ആൻഡ് ദർ. അതർ ദാൻ ദാറ്റ് വളരെ കുറച്ച് സ്ക്രൂസേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡ് പാനൽസൊക്കെ നിങ്ങൾക്ക് ഈസിലി ഇളക്കാനും മൗണ്ട് ചെയ്യാനും തിരിച്ചു വയ്ക്കാനും എളുപ്പമാണ്. അതും ഒരു ലോക്കിംഗ് മെക്കാനിസം സത്യം പറഞ്ഞാൽ ഇറ്റ്സ് വെരി അപ്രിഷിയബിൾ. കാരണം നോർമലി വരുന്ന ഒരു മൗണ്ടിങ് ഓപ്ഷൻ അല്ല ഇങ്ങനെ ഈ ഒരു ക്യാബിനറ്റ് വരിക. ജസ്റ്റ് ലൈക്ക് നമ്മൾ കൂളമാഷിൻ്റെ പണ്ടൊരു NR200P കൈൻഡ് ഓഫ് എ ക്യാബിനറ്റ് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ക്യാബിനറ്റിലും ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എളുപ്പം ഈസിലി മൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ഇതിൽ പക്ഷേ ഒരു റിസ്ക് ഫാക്ടർ ഞാൻ അതിൽ കണ്ടു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ സ്ക്രൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഈ ഒരു ഗ്ലാസ് ഇളകി വരത്തില്ല. പക്ഷേ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ അറിയാതെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് ഹാർഡായിട്ട് വലിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇളകി വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സൈഡ് പാനൽസ് കുറച്ചധികം നമ്മളൊന്ന് സെക്യൂർഡായിട്ട് വെച്ചിരിക്കുക. നമ്മൾ ആ സൈഡിൽ എസ്പെഷ്യലി നമ്മളൊന്ന് കൈ വെച്ച് വലിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ പരമാവധി, അൺലെസ് ഇഫ് യു വാണ്ട് ടു ഓപ്പൺ ഇറ്റ്. ഈ ഒരു ക്യാബിനറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ബ്രഷ്ഡ് അലൂമിനിയമാണ്. അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ വെറുതെ നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത്രമാത്രം ക്വാളിറ്റി ഈ ഒരു ചെറിയ ക്യാബിനറ്റിൽ ആൻടെക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ആ ശ്രമം അറൗണ്ട് ഒരു 90-95% വരെ ഐ ആം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് എ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ക്യാബിനറ്റ്. സോ ഈ ഒരു ക്യാബിനറ്റ് വരുമ്പോൾ ഇതിൽ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ ഇതിൽ ഫാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഫാൻസ് വെക്കാം എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. യു ഹാവ് ടു ബൈ ഇറ്റ് സെപ്പറേറ്റ്ലി. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് കൈൻഡ് ഓഫ് എ തിങ് ആണ്. കാരണം മോസ്റ്റ്ലി നമ്മൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് വാങ്ങുമ്പോൾ മിനിമം ഒരു 2-3 ഫാൻസ് എങ്കിലും അതിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ബട്ട് ഡസൻറ്റ് ഹാവ് ദാറ്റ്. അറ്റ്ലീസ്റ്റ് ആൻ എക്സോസ് ഫാൻ നമുക്ക് വെക്കേണ്ടതായിരുന്നു, ബട്ട് ഡസൻറ്റ് ഹാവ് ഇറ്റ്. സിംഫണി 240 ARGB എന്ന് പറയുന്ന ലിക്വിഡ് കൂളറാണ് നമ്മളിവിടെ ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വൺ ഓഫ് എ ബെസ്റ്റ് ലൈക്ക് എസ്തെറ്റിക്സ് വൈസ് ആയാലും ലുക്ക് ആൻഡ് എസ്തെറ്റിക് ആൻഡ് ടെമ്പറേച്ചർ കോംപ്രമൈസിൽ ഒന്നുമില്ല. അതായത് ദ ടെമ്പറേച്ചർ ഈസ് അറൗണ്ട് ഐഡിയലിൽ നമുക്കൊരു 40-50 തന്നെ ഐഡിയലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് പീക്ക് ലോഡ് 75-80 തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 5.8 ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ കേട്ടോ. ബൈ സോ ഫാർ ഇറ്റ്സ് എ 8-core 16-thread പ്രോസസ്സർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു 240 mm ആൻഡ് ഓൾസോ ഐ എം ഓവർക്ലോക്ക്ഡ് ഇറ്റ്. അത് ഓവർക്ലോക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സ്യൂട്ടബിൾ സ്റ്റേബിലൈസ്ഡ് ആൻഡ് 75-80 മാക്സിമം. ഈ ഒരു ക്യാബിനറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കീ ഫീച്ചർ ഉണ്ട്. ഈസിലി ഈ ക്യാബിനറ്റിൽ കൂടെ നമുക്ക് ഈ ട്രേ പോലെ ഇത് ഇളക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. ഈ ഇളക്കി എടുക്കാൻ പറ്റുന്നത് കൊണ്ട് വേറെയും കുറേ അഡ്വാൻറ്റേജസ് ഞാൻ ഇതിൽ കണ്ടു. വേറൊന്നുമല്ല, കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാനായാലും നമുക്ക് ഫീച്ചർ അപ്ഗ്രേഡേഷൻ ചെയ്യാനായാലും സൈഡ് പാനൽസ് ഇളക്കാതെ തന്നെ ഈവൻ നിങ്ങൾ ടോപ്പ് മൗണ്ട് ആയിട്ടുള്ള ഗ്ലാസസോ സൈഡ് ഗ്ലാസസോ സെക്യൂർലി നമുക്ക് ഇളക്കണമെന്നില്ല, എപ്പോഴും ഇളക്കി എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു കാട്രിഡ്ജ് പോലെ നമുക്ക് ഇളക്കി മാറ്റാം. എന്നിട്ട് അതിൽ ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അത് വേറെ ഒരു ക്യാബിനറ്റിലും ഇൻ റീസെന്റ് ടൈം ഐ ഹാവൻ സീൻ ദാറ്റ് ഇൻ ദ എനി ഓഫ് ദം. ഈവൻ കൂളമാഷർ, ഡീപ് കൂൾ, എവറി വൺ ഹാസ് മിനിയേച്ചർ കൈൻഡ് ഓഫ് എ ക്യാബിനറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ നോവൽറ്റി ദർ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാബിനറ്റിൽ എന്താണ് അഡ്വാൻറ്റേജ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക. ദ മെയിൻ പാർട്ട് ഈസ് we can upgrade it without damaging any of the side panels or anything, even without doing any screws. Okay, it's like a screwless design moreover. സോ നമുക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം. ദെൻ ഡസ്റ്റ് ക്ലീൻ ചെയ്യാനെന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യു ഷുഡ് ഓൾവേസ് മെയിൻറ്റെയിൻ ദ PC വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, ഈവൻ ദ സൈഡ് ടെമ്പേർഡ് ഗ്ലാസ്, എവറിത്തിങ് ലുക്സ് പ്രീമിയം ആൻഡ് ദ ക്വാളിറ്റി വൈസ് യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ബട്ട് ഹൗ സോ എവർ എനിക്കിതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊണ്ടുവരാമായിരുന്നു. ലൈക്ക് ആൻടെക് ഷുഡ് കം അപ്പ് വിത്ത് സംതിങ് എൽസ് ടു, ലൈക്ക് ഇറ്റ് ഷുഡ് ഹാവ് 3 fans അറ്റ്ലീസ്റ്റ് ഇൻബിൽട്ട് ആയിട്ട് വരേണ്ടതായിരുന്നു. ആ ഒരു കാര്യം ഇതിലൊരു ഫോൾട്ടായിട്ട് ഞാൻ കണ്ടു. ദെൻ സെക്കൻഡ് വൺ, നിങ്ങൾക്ക് ഇതിൽ ഏത് PSU വേണേൽ വെക്കാം. ഐ മീൻ 1000 watts വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. 750 watts ഞാൻ ഇതിൽ ആക്ച്വലി 750 ആണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫ്രം ആൻടെക് ഇറ്റ്സെൽഫ്. ആൻടെക് HCG 750 ഗോൾഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു PSU ആണ് ഈ ഒരു ബിൽഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് ഹാവിങ് എ ഹൈബ്രിഡ് ഓപ്ഷൻ. ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. ഹൈബ്രിഡ് മോഡ് എന്ന് പറയുമ്പോൾ ഇനി പവർ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനാണ്. ആക്ച്വലി അങ്ങനത്തെ ഒരു
ഒരു കോൺസെപ്റ്റ് അല്ല ആൻടെക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഹൈബ്രിഡ് മോഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫാൻസ് നമുക്ക് 0 dB യൂസ് ചെയ്യാനും, അതായത് ഫാൻസ് ഓണാക്കാനും നമുക്ക് ലോഡ് വേണം എന്നുണ്ടെങ്കിൽ, ലോഡ് വരുന്ന സമയത്ത് ഫാൻസ് വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൺ ഇറ്റ് അപ്പ്. അപ്പം ആ ഒരു ടൈമിന് മാത്രം ഫാൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ബിൽഡാണ്. ഇറ്റ്സ് വെരി സൈലൻറ്റ്. ഇതുപോലെ നമ്മളൊരു ക്യാബിനറ്റിൽ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് മോസ്റ്റ്ലി ഇറ്റ്സ് അബൌട്ട് കേബിൾ മാനേജ്മെൻറ്റ്, വൺ തിങ്. ദ സെക്കൻഡ് വൺ, കോംപ്രമൈസസ് ഓൺ മദർ ബോർഡ് ആർക്കിടെക്ചർ. അപ്പോൾ ഇവിടെ ഒരു ATX മദർ ബോർഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സൈസ് കണ്ടാൽ അറിയാം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഷോർട്ട്, സോ ദാറ്റ് വി കനോട്ട് യൂസ് എനി ATX കൈൻഡ് ഓഫ് എ മദർ ബോർഡ്. സോ ഇവിടെ ഒരു മൈക്രോ ATX അല്ലെങ്കിൽ ഒരു MATX ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തത് MSIയുടെ B550 Pro VDH Wi-Fi ആണ്. Pro VDH Wi-Fi എന്ന് പറയുമ്പോൾ 4 RAM slot ഉണ്ട്. വി ഹാവ് ബ്ലൂടൂത്ത് Wi-Fi കണക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ്, ദിസ് ഈസ് എ LAN പാർട്ടി. അതായത് നിങ്ങൾ LAN ഗെയിമിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ LAN പാർട്ടി or not LAN party, LAN gaming events ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു PC കമ്പാനിയനാണ്. ഇഫ് യു ഫൈൻഡ് ദിസ് കൈൻഡ് ഓഫ് എ ക്യാബിനറ്റ് ഫോർ ട്രാവൽ ബഡീസ്, ലൈക്ക് ട്രാവൽ ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഫ് യു സ്റ്റിൽ നീഡ് എ PC, then if you are a laptop hater or you doesn't want a laptop with you, then this is the right cabinet, so that നിങ്ങൾക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാബിനറ്റിൽ നിങ്ങൾക്ക് ഈസിലി കൊണ്ടുപോകാൻ പറ്റും ട്രാവൽ ചെയ്യാനായിട്ട്. കാരണം വളരെ മിനിയേച്ചർ ആയിട്ടുള്ള സൈസാണ്, നോട്ട് ടു സ്മോൾ, നോട്ട് ടു ബിഗ്. ബട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ പാക്കിങ്ങിൽ, അതായത് ഇതിൻ്റെ പാക്കിംഗ് ബോക്സ് ഉണ്ടല്ലോ, അതിലുപയോഗിച്ചിരിക്കുന്ന എന്താ പറയുക കുഷൻ കൈൻഡ് ഓഫ് എ തിങ്. കാരണം നമ്മൾ പാക്കിംഗ് മെറ്റീരിയലൊക്കെ നല്ല രീതിയിൽ അതിന് പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട് ആൻടെക്. സോ ആൻടെക്കിൻ്റെ ആ ഒരു ക്യാബിനറ്റിൽ ആ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ട്രാവൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വിതൗട്ട് ബൈയിങ് എനിത്തിങ് എൽസ്. പിന്നെ ഇതെല്ലാം പറഞ്ഞു, ദെൻ ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇറ്റ് ഈസ് വെരി കൂൾ. ഇൻഫാക്ട് ഞാൻ പറയുകയാണ്, ഇത് ഓവർക്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ കൂളാണ്, വളരെ സൈലൻ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുള്ളി ഡാർക്കാണ്. സോ നിങ്ങൾ ഡാർക്ക് കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ റൈറ്റ് ക്യാബിനറ്റ് ടു ചൂസ്. ബട്ട് ഇറ്റ്സ് അബൌട്ട് ദ പ്രൈസിങ് ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഐ എം കമ്പയറിംഗ് വിത്ത് കൂളർ മാസ്റ്റർ NR200P വിച്ച് ഈസ് ഫാർ അറൗണ്ട് 6,000-7,000 റുപ്പീസിന് അടുപ്പിച്ചേ ഉള്ളൂ. പക്ഷേ ബൈ ഫാർ ഈ ഒരു ക്യാബിനറ്റ് ഒരു 18,000 to 19,000 വരെ മാർക്കറ്റിൽ ഈ ഒരു ക്യാബിന് വിലയുണ്ട്. പക്ഷേ അതവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വാട്ട് ആൻടെക് ഡിഡ് ഈസ് ദേ ഡിഡ് ബിൽഡ് ദിസ് ക്യാബിനറ്റ് മോർ ബ്യൂട്ടിഫുൾ, then very compromised, airflow ilonnum no compromise there. Then we can add the liquid cooler easily. Cable management wise okke nalla option they provide cheyyunnunde. We have a type C port there. Then controllers and ARGB ports എല്ലാം ഇതിനകത്ത് ഇൻബിൽട്ട് വരുന്നുണ്ട്. ദെൻ ദിസ് ഈസ് എ കാട്രിഡ്ജ് കൈൻഡ് ഓഫ് എ ഡിസൈൻ, സോ ദാറ്റ് നിങ്ങൾക്ക് എളുപ്പം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ദെൻ the most advantage is we can add any PSU in this cabinet, but NR200P അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് അതിൽ അവർക്ക് അതിന് വേണ്ടി നമ്മൾ PSU വാങ്ങണം, വിച്ച് ഈസ് വെരി കോസ്റ്റ്ലി ആൻഡ് എക്സ്പെൻസീവ്. ആൻഡ് ബൈ ഫാർ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ എ റീപ്ലേസ്മെൻറ്റ്. പിന്നെ ഇതിൽ ആ ഒരു മദർ ബോർഡ് ക്യാബിനറ്റിൽ NR200P എന്ന് പറയുന്ന ക്യാബിനറ്റിൽ വെയ്സ് വെരി കൺജസ്റ്റഡ്, സോ ദാറ്റ് നമ്മൾ ITX ആയിട്ടുള്ള ബോർഡ്സ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് ITX ബോർഡ്സ് ആർ വെരി എക്സ്പെൻസീവ്. ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ അത് വളരെയധികം കോസ്റ്റ്ലി ആണ്. ആൻഡ് മോർ ഓവർ വി ഡസൻ ഹാവ് 4 RAM slot there. അപ്പോൾ ഇതിൽ നമുക്ക് MATX മദർ ബോർഡ്സ് യൂസ് ചെയ്യാം. 4 RAM slot ഉണ്ട്. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് ഒരു 9,000 റുപ്പീസിനകത്ത് ഈ ബോർഡ് വരുന്നുള്ളൂ. അപ്പം മദർ ബോർഡ്സ് വാങ്ങുന്ന റേറ്റ് നോക്കുകയാണെങ്കിൽ 10,000 റുപ്പീസിൻ്റെ ഗ്യാപ്പ് അവിടെ തന്നെ വരുന്നുണ്ട്. ITXും ഈ ഒരു MATXും വെച്ചിട്ട്. അപ്പോൾ ആർക്കിടെക്ചറിലും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ബോർഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ദെൻ PSU ഓൾസോ നമ്മൾ അറൗണ്ട് ഒരു 3,000 രൂപയോളം സാധാരണ PSUവും ഈ ഒരു അവരുടെ തന്നെ ആ ഒരു രീതിയിലുള്ള SMPSനും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ അറൗണ്ട് 13,000-14,000 റുപ്പീസിൻ്റെ മാർജിനൽ ഡിഫറൻസ് അവിടെ തന്നെ വരും വിത്തൗട്ട് എനി RGB ലുക്സ് ആൻഡ് ഓൾ. അതുകൊണ്ട് തന്നെ ഇതൊരു വെർത്ത് ക്യാബിനറ്റ് ആണ് ഫോർ ദീസ് കൈൻഡ് ഓഫ് എ മണി. അപ്പോൾ നിങ്ങൾ നോർമൽ യൂസേഴ്സിന് ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്, ബട്ട് if you plan for a LAN event or something like a hostel guy who wants a PC to travel with them, or if you transport this PC to most of the places like a studio to somewhere else to, നിങ്ങൾക്ക് ഈ ഒരു PCയിൽ ഈ ഒരു ക്യാബിനറ്റ് യൂസ് ചെയ്യാം. സോ ഇതുപോലത്തെ ഒരു ബിൽഡ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഔട്ട് ദ ക്യാബിനറ്റ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ദ ഔട്ട്. ആൻഡ് ഓൾസോ നമ്മുടെ Instagram we are having a huge giveaway from Antec, and big thanks to Antec for sponsoring and supporting with this beautiful
ബ്യൂട്ടിഫുൾ ക്യാബിനറ്റ്. നമുക്ക് ഇതുപോലെ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് ആൻറ്റക്ക് തന്നതിൽ ആക്ച്വലി ഐ എം വെരി ഹാപ്പി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഗിവ് അവേയിൽ, ആൻറ്റക്കിൻ്റെ ഗിവ് അവേയിൽ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ബിറ്റ്വീൻ maybe 4 to 5 days. So our cool giveaway participate in. If you are interested, definitely do check out our Instagram profile and do participate on the giveaway. നമ്മുടെ ഡിസ്കോഡ് ചാനലിൽ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ആക്റ്റീവായിട്ട് നമ്മൾ വരുന്നതേ ഉള്ളൂ. സോ ദാറ്റ് നിങ്ങൾ അതിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യാം. സോ ഗൈസ്, യാ, ദാറ്റ്സ് ഇറ്റ്. ദിസ് വീഡിയോ ആക്ച്വലി ഒരു വളരെ കൂൾ ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് വെച്ചിട്ടുള്ള ഒരു ബിൽഡാണ്. ആക്ച്വലി ഐ റിയലി ലൈക്ക് ദിസ് ക്യാബിനറ്റ് ഫോർ മൈ പേഴ്സണൽ സ്റ്റഫ് മോസ്റ്റ്ലി. അതുകൊണ്ട് തന്നെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദീസ് കൂൾ കൈൻഡ് ഓഫ് എ വീഡിയോ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡെഫിനറ്റ്ലി വിൽ കം ബാക്ക് വിത്ത് അനദർ വൺ, with another cabinet, with another different technology. So guys, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും this is Krishna Davi signing off.